അങ്ങനെ 1.5 മാസത്തെ നീള ഇടവേളയ്ക്ക് ശേഷം ഞാൻ തിരിച്ചു പോവുകയാണ്. അപ്പം പോകണ്ടെന്ന് പറഞ്ഞ് ലുട്ടാപ്പി കാലെ പിടിച്ചങ്ങിരുന്ന് എൻ്റെ കെട്ടിൽ നല്ല അടിപൊളിയായിട്ട് എല്ലാം പാക്ക് ചെയ്ത് തന്നു. ഇവൾക്ക് പോകാൻ നേരത്ത് നല്ല വിഷമമായി. എടി ഞാൻ പോയിട്ട് വരാം, നീ പോ. എടി ഞാൻ പോയിട്ട് വരാം, നീ അകത്ത് കയറ്. അകത്ത് പോ, ഞാൻ പോയി പിന്നെ വരാം. അകത്ത് പോ, അകത്ത് പോക്കോ, ഞാൻ പിന്നെ വരാം. അകത്ത് പോക്കോ. അങ്ങനെ അവളെ സമാധാനിപ്പിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നീ അങ്ങോട്ട് മാറി, ഞാൻ സാധനങ്ങൾ എടുത്തു വെക്കാന്ന് പറഞ്ഞ് എൻ്റെ പോർട്ടർ ഇതാ എലി പിണ്ണാക്കെടുക്കുന്നതിൻ്റെ കൂട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ഫ്രീ ആയിട്ട് പോർട്ടറെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു ഞാൻ. പക്ഷേ അല്ല, വലിയ വില കൊടുക്കേണ്ടി വന്നു. ടാറ്റ കാണിക്കുന്ന കണ്ട ഇതിപ്പോൾ ഞാനാണോ പോകുന്നത് അതോ അവളാണോ പോകുന്നതിനുള്ള കൺഫ്യൂഷനായി. ഏതായാലും എയർപോർട്ട് വരെ വന്നല്ലേ, അതുകൊണ്ട് ഞാൻ വണ്ടി തള്ളാന്ന് പറഞ്ഞ് അവളിങ്ങി കൂടെ കൂടി. മമ്മിയും മരുമോനും ഒരു ചായയും ഒരു കോഫിയും മേടിച്ചിട്ട് അതിൻ്റെ കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ അകത്തും കയറി. നേരിട്ട് കരഞ്ഞ് മതിയായില്ല, അതുകൊണ്ട് പിന്നെ വീഡിയോ കോൾ ചെയ്ത് ഞങ്ങൾ കുറച്ച് കരയാമെന്ന് വിചാരിച്ചു. ഫ്ലൈറ്റ് കയറി ഇറങ്ങി ഇതാ വരുന്നു എൻ്റെ ലഗേജ്. മുംബൈയിൽ നിന്നാണ് എൻ്റെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്. അപ്പോൾ ഇമിഗ്രേഷന് വെയിറ്റ് ചെയ്തിട്ടിരുന്നപ്പോഴത്തേക്കും ഒടുക്കത്തെ വിശപ്പ്. എൻ്റെ കണ്ണുകൾ തുരുതുരാന്ന് ഫുഡ് കോർട്ടിനെ തേടി. ഫുഡ് കോർട്ടും കിട്ടി, ഫുഡും കഴിച്ചു. ഫ്ലൈറ്റിൽ ലഗേജ് ഫുള്ളാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ ബാഗും ഞങ്ങളുടെ അടുത്ത് തന്നേക്കും, ഞങ്ങൾ ഇത് കയറ്റി വിട്ടേക്കാന്ന് പറഞ്ഞ് എൻ്റെ ബാഗ് അവർ എടുത്തുകൊണ്ട് പോയി. അത് രാവിലെ ഫ്ലൈറ്റ് എടുത്തുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നല്ല വ്യൂ കാണാം. പിന്നെ രാത്രി ഫ്ലൈറ്റ് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, കാരണം രാത്രി ലൈറ്റ്സ് ഒക്കെ കാണാൻ അടിപൊളിയല്ലേ. പിന്നെ എൻ്റെ കണ്ണുകൾ എയർ ഹോസ്റ്റസ് ചേച്ചിമാരെ നോക്കിയിരുന്നു. ഇപ്പോൾ ഫുഡ് കൊണ്ടുവരും വിചാരിച്ച്. ഫുഡ് വന്നു. ടർക്കിഷ് എയർലൈൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ ഫുഡാണ്. ഇസ്താൻബുളിൽ നിന്ന് എനിക്ക് ഡബ്ലിനിലോട്ട് ഒരു ഫ്ലൈറ്റ് കൂടെ ഉണ്ട്. 2-3 ഫ്ലൈറ്റ് എടുത്ത് പോകാതെ നേരെ പൊക്കൂടെ എന്ന് ചോദിക്കുന്നവരോട് എനിക്കൊരു മറുപടി പറയാനുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് എടുക്കാതെ മുംബൈയിൽ നിന്ന് എടുത്തപ്പം എനിക്ക് 450 യൂറോയുടെയാണ് ഡിഫറൻസ് വന്നത്. ഏകദേശം ഒരു 40,000 രൂപയുടെ മുകളിൽ. പക്ഷേ ബാംഗ്ലൂർ ടു മുംബൈ ഡിഫൻസ് കോട്ടയിൽ എനിക്ക് ടിക്കറ്റിനായത് 3,000 റുപ്പീസാണ്. അപ്പോൾ അതൊരു ലാഭമല്ലേ. എനിക്ക് ട്രാവൽ ചെയ്യുന്നത് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിൽ ഇരിക്കുന്നതും ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതും ഫ്ലൈറ്റ് മാറി കയറുന്നതും ഇതൊക്കെ പുത്തരിയാണ്. ഞാൻ ആകാശത്തുനിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി ഞാനിതാ ബസ്സിൽ കയറി വീട്ടിലോട്ട് യാത്രയാവുകയാണ്. ഞാൻ വന്നതുകൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ നല്ല വെയിലുണ്ട്. നല്ല വെയിലും ഇളം തണുപ്പും. അടിപൊളി. എയർപോർട്ടിൽ നിന്നൊരു 3 മണിക്കൂറിൻ്റെ യാത്രയാണ്. ഞാൻ വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീട്ടുകാരെ വിട്ടുവന്ന വിഷമവും കളർഫുൾ കിഡിലൻ സൺസെറ്റും കണ്ട് ഞാൻ വീടെത്തി. അപ്പം ഇന്നത്തേക്ക് ഇത്ര മാത്രം. ഇനി നാളെ കാണാം. ടാറ്റ ബൈ.